നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ചരിത്രം കുറിച്ച് ഈജിപ്ത്. അവർ ആദ്യമായി ഒരു നോക്കൌട്ട് മത്സരം ജയിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരായ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഈജിപ്ത് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചു. 2-4 ഗോളുകൾക്കാണ് പെനാൽറ്റിയിൽ ഈജിപ്ത് വിജയിച്ചത്. നേരത്തെ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചിരുന്നു. ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു എന്ന് പറയുമ്പോഴും ഈജിപ്ത് തന്നെയാണ് 2 ഗോളും അടിച്ചത്. ഈജിപ്ത് തന്നെയാണ് ഓസ്ട്രേലിയൻ വലയിലേക്കും അടിച്ചത്. ഈജിപ്ത് തന്നെയാണ് സ്വന്തം പോസ്റ്റിലേക്കും അടിച്ചത്. 13-ാമത്തെ മിനിറ്റിൽ, കളിയുടെ 13-ാമത്തെ മിനിറ്റിൽ അഷൗറിലൂടെ ഈജിപ്ത് മുന്നിലെത്തി. അഷൗറിൻ്റെ നല്ല ഗോളായിരുന്നു. അങ്ങനെ ഈജിപ്ത് മുന്നിലെത്തി. പിന്നീട് ആദ്യ പകുതിയിൽ ഗോളൊന്നും വീണില്ല. ഒരു ഗോളിന് ഈജിപ്ത് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയുടെ 55-ാമത്തെ മിനിറ്റിൽ ഹാനി സ്വന്തം ഗോളിലേക്ക് ഹെഡ് ചെയ്ത് ഒരു ഗോളടിച്ചു. ഓസ്ട്രേലിയൻ താരത്തിൻ്റെ ഫ്രീ കിക്ക് ഹാനിയുടെ തലയിൽ തട്ടി പോസ്റ്റിൽ വീഴുകയായിരുന്നു, സ്വന്തം പോസ്റ്റിൽ വീഴുകയായിരുന്നു. അങ്ങനെ ഈജിപ്ത് തന്നെ അവനവന് വേണ്ടിയും മറ്റേ എതിരാളിക്ക് വേണ്ടിയും ഗോളടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതിനുശേഷം ഇരു ടീമുകൾക്കും ഗോളടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിശ്ചിത സമയത്ത് 1-1 എന്ന സമനിലയിൽ പിരിഞ്ഞു. എക്സ്ട്രാ ടൈമിലും ഗോളടിക്കാൻ പറ്റിയില്ല. 2 ടീമുകൾക്കും 1-1 എന്ന സമനിലയിൽ പിരിയുകയായിരുന്നു. പിന്നീടാണ് പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നത്. അതിൽ ഓസ്ട്രേലിയ 4 കിക്ക് എടുത്തതിൽ 2 പാഴാക്കി. അതേസമയം ഈജിപ്ത് 4 ഗോളടിച്ചു. അങ്ങനെ ഈജിപ്ത് 4-2 വിജയിച്ചു. 5-ാമത്തെ കിക്ക് എടുക്കേണ്ടി വന്നില്ല. അവരുടെ ക്യാപ്റ്റൻ മുഹമ്മദ് സല, അവരുടെ സ്റ്റാർ സ്ട്രൈക്കർ, സൂപ്പർ താരം മുഹമ്മദ് സല ഒരു പനേങ്ക കിക്കിലൂടെയാണ് ഗോളടിച്ചത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പെനാൽറ്റി പനേങ്ക കിക്കിലൂടെ കൺവേർട്ട് ചെയ്യായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് 2006 ഫൈനലിൽ സിനദീൻ സിദാൻ ഇറ്റലിക്കെതിരെ പനങ്ക കിക്കിലൂടെ ഗോളടിച്ചത്. എന്തായാലും മുഹമ്മദ് സല പനങ്ക കിക്കിലൂടെ ഗോളടിച്ചു. കളിക്ക് ശേഷം, മത്സര വിജയത്തിന് ശേഷം ഇതാദ്യമായി ഒരു നോക്കൗട്ട് മത്സരം ജയിച്ച ഈജിപ്ത്, ആ വിജയം ഈജിപ്തിൻ്റെ കോച്ച് ഹൊസം ഹസൻ ഈ വിജയം പലസ്തീൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. എൻ്റെ ഹൃദയം പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ്. അവരോട് ഞാൻ നന്ദി പറയുന്നു. അവർക്ക് ഈ വിജയം സമർപ്പിക്കുന്നു. അറബ് ജനതയെ ആകെ അഭിമാനം കൊള്ളിക്കുന്ന വിജയമാണിത്. അറബ് ജനതയെ അഭിമാനം കൊള്ളിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഹസൻ ഹുസൈൻ പറഞ്ഞത്. എന്തായാലും ഈജിപ്ത് ചരിത്രം കുറിച്ച് റൗണ്ട് ഓഫ് 16 പോകുന്നു. അവിടെ അവരുടെ എതിരാളികൾ ഒന്നുകിൽ അർജന്റീന അല്ലെങ്കിൽ കേപ്പ് വെർദെ ആയിരിക്കും. ആ മത്സരത്തിലെ വിജയിയായിരിക്കും അവരുടെ എതിരാളി. ഈ മത്സരത്തിൽ ഓസ്ട്രേലിയ തീർത്തും നിറമങ്ങിപ്പോയി എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈജിപ്ത് റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുന്നു.